ഹലോ, അസ്സലാമു അലൈക്കും. മത്തൻ്റെ ഇല വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാതിരിക്കല്ലേ. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഭാഗത്താണ് ഈ മത്തൻ വള്ളി ഇരിക്കുന്നത്. ഒരുപാട് മത്തൻ വള്ളിയുണ്ട്. 2-3 തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ഒരുപാട് വള്ളിയായിട്ട് ഇങ്ങനെ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം. ഇലയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ വേണം കേട്ടോ മുറിച്ചെടുക്കാൻ. അല്ലെങ്കിൽ തണ്ടിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് തണ്ടൊക്കെ ചീഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരു 15ഓളം ഇലകൾ ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മത്തൻ്റെ ഇല കിട്ടിയിട്ടില്ലെങ്കിലും ഇളവൻ്റെ ഇല കൊണ്ടുണ്ടാക്കി, ഇളവെന്ന് പറഞ്ഞാൽ കുമ്പളത്തിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയാലും ഇതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. മഴയൊക്കെ പെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള ഇലയാണ്. എന്നാലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇലയൊക്കെ നിർത്തി പ്രാണികളൊക്കെ ഉണ്ടോ നോക്കിയിട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഞാൻ ഇലകളൊക്കെ നല്ല നിവർത്തിയിട്ടാണ് കഴുകിയെടുത്തത്. വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഫുള്ള് കാണിക്കാത്തത്. വെള്ളമൊക്കെ നന്നായി വാർന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കാം കുതിരാനായിട്ട്. പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കഴുകിയിട്ട് വേണം ഇട്ട് വെക്കാൻ. വെറുതെ അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും ഒഴിവാക്കണ്ടല്ലോ. ഇനി ഇല കുറേശ്ശെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് ഒഴിച്ചുകറി പോലെ ഉപ്പേരിയായിട്ടൊക്കെ ഉണ്ടാക്കും. ഒഴിച്ചുകറി ആണെങ്കിൽ ഇത് കുറച്ച് വെള്ളം കൂട്ടി കൊടുത്താൽ മതി, കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു ഉണക്കലോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടായാൽ മതി ചോറ് കഴിക്കാൻ. ഇത് അരിയുമ്പോൾ കുറേ ക്വാണ്ടിറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും വെന്ത് കഴിയുമ്പോൾ അത് 1/4 ഭാഗമായിട്ട് മാറും. ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഫുള്ളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കഴുകി വെച്ച പരിപ്പ് ആ വെള്ളത്തിലിട്ട വെള്ളത്തോടു കൂടി തന്നെ ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിലേക്ക് ഒരു 4 പച്ചമുളകും ഒരു വലിയ ഉള്ളി കഷ്ണം പകുതി വലിയ ഉള്ളിൻ്റെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്ത് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുക്കറിൽ ഒരു വിസലടിച്ച് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കൈകൊണ്ട് ഉടച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. കുതിർത്തെടുത്തത് കൊണ്ടാണ് ഒരു വിസിലടിച്ചിട്ട് വെന്ത് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു 4 വിസിലൊക്കെ അടിച്ചെടുക്കേണ്ടി വരും കുതിർക്കാത്ത പരിപ്പാണെങ്കിൽ. ഇനി ഇതിലേക്ക് മത്തൻ്റെ ഇല ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് പ്രഷറിലല്ലാതെ സാധാ മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. 5 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ പരിപ്പും മത്തൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി മിക്സിയുടെ ജാറൊന്ന്, വെള്ളം തീരെ ഇതിലില്ല, അതുകൊണ്ട് കുറച്ച് ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. ഫോൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. നല്ല നാടൻ ടേസ്റ്റുള്ള മത്തൻ്റെ ഇല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് വറവും കൂടി ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് വേവിച്ച് വെച്ചിട്ടുള്ള മത്തൻ്റെ ഇല കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാം. എനിക്കിത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ഇഷ്ടമാണ്. എനിക്ക് ഇലവർഗ്ഗങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇല കൂടിയാണ് മത്തൻ്റെ ഇല. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യണേ. പനിയും ജലദോഷമൊക്കെയാണ്. രാവിലെ 2 ചപ്പാത്തി കഴിച്ചതാണ്. അപ്പോൾ ചോറും കറികളൊക്കെ ആയപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് വിളമ്പുന്നതും കൂടി നിങ്ങളെ കാണിക്കുക. ചിക്കൻ മുളകിട്ടതാണ് ഇട്ടത്. കറി ചിക്കൻ കറിയാണ്. ഇനി മത്തൻ്റെ ഇല ഉപ്പേരി, അത് കുറച്ചധികം എടുക്കുന്നുണ്ട്. മത്തൻ്റെ ഇല
ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് കുറച്ചധികം എടുക്കുന്നുണ്ട്. ഇനി സ്പെഷ്യലാണ് മാങ്ങ മുഴുവനായിട്ട് ഉപ്പിലിട്ടത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് അത്. എല്ലാവരും കഴിച്ചോ? ഒന്ന് എന്താ ഉച്ചയ്ക്ക് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ.